അപ്പോൾ നമ്മുടെ KB ഗണേഷ് കുമാർ സാറിൻ്റെ പുതിയൊരു വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അപ്പോൾ വാർത്ത ഇതാണ്. 8 മാസമായി വാഹനം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനകത്ത് സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാർ അത് മാറ്റിവെച്ചു. അത് കഴിഞ്ഞ ദിവസം എൻ്റെ ശ്രദ്ധയിൽ വരികയും ഞാനത് യൂട്യൂബിലൂടെ കാണുകയുണ്ടായി. അയച്ചു തന്ന ഉടൻ തന്നെ ഞാൻ ആക്ഷൻ എടുത്തു. അന്ന് രാത്രി തന്നെ ആക്ഷൻ എടുത്തു. ട്രാൻസ്പോർട്ട് കമ്മീഷണറോട് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അപ്പം അദ്ദേഹം ഏർപ്പാട് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ നേരിട്ട് RTOയോട് പറഞ്ഞു ഇന്നലെ ഉച്ചയ്ക്ക് മുമ്പ് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ ചെയ്ത് ഏതാണ്ട് 1.5 കോടി രൂപയോളം ചിലവാക്കി ഒരു വാഹനം ഇഷ്ടത്തോടെ വാങ്ങിയിട്ട് അതും ഒരു വനിത അവരെ 5-6 പ്രാവശ്യം നടത്തിയെന്ന് പറയുന്നത് ശരിയാണ്. അപ്പം നടത്താതെയും ചെയ്യാമെന്ന് നമുക്ക് തെളിഞ്ഞില്ല. 8 മാസം വെറുതെ കളഞ്ഞതാണെന്ന് മനസ്സിലായി. കാര്യം ഞാൻ അറിഞ്ഞു കഴിഞ്ഞ് 8 മണിക്കൂർ പോലും വേണ്ടി വന്നില്ല അത് ശരിയാവാൻ. ഇപ്പോൾ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും, വേണ്ടാന്ന് വെച്ചാൽ അവിടെ കിടക്കും. അപ്പോൾ ഇത്തരം സമാനമായ കേസുകൾ വരുമ്പോൾ ഒരു ജില്ലയിലെ ഉദ്യോഗസ്ഥൻ മാത്രം രജിസ്റ്റർ ചെയ്യില്ല എന്ന് പറയാൻ പാടില്ല. 8 മാസം കാലതാമസം വരുത്തി എന്ന് പറയുന്നത് ക്ഷമിക്കാൻ കഴിയാത്തൊരു കുറ്റമാണ്. അല്ല, നിർദ്ദേശമൊന്നുമില്ല. എല്ലാ RTOമാരോടും പറയുകയാണ് ഇത്തരം ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന പരിപാടികൾ വെച്ച് നടത്തുന്ന ഉദ്യോഗസ്ഥന്മാർ, RTO മാത്രമല്ല മോട്ടോർ വെഹിക്കിൾ. അപ്പോൾ ഗണേഷ് കുമാർ സാർ വന്നിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചിട്ടൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിരുന്നു. അതിലും ചില പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. പുള്ളിക്കെതിരെ ഒരുപാട് ആളുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അതൊക്കെ രാഷ്ട്രീയത്തിന്റെ ആ തരത്തിലേക്ക് പോട്ടെ. പക്ഷെ ഞാൻ ചോദിക്കാനുള്ളത്, ഈ 1.5 കോടി രൂപ മുടക്കി ഡിഫൻഡർ എടുത്തു, അതിന്റെ RC കിട്ടുന്നില്ല, ആ പ്രശ്നങ്ങളൊക്കെ വളരെ പെട്ടെന്ന് താങ്കളുടെ അടുത്തേക്ക് എത്തി. ഞാൻ പറയുന്നത് എന്നെ പോലെയുള്ള ഇപ്പൊ താഴെ ഞാൻ ഈ കൊടുക്കുന്ന ഈ ഒരു റെസിപ്റ്റ് എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ നവംബറിൽ എൻ്റെ ലൈസൻസ് നമ്മുടെ കാർഡാക്കാനായിട്ട് പേയ്മെന്റ് ചെയ്ത് ഞാൻ കാത്തിരിക്കുകയാണ്. ഇതിപ്പോൾ ഫെബ്രുവരി ആയി. ഇതുവരെയും ഒരനക്കം ഉണ്ടായിട്ടില്ല. പറഞ്ഞ പൈസ 240-250 രൂപ ഞാൻ പേയ്മെന്റ് ചെയ്തിട്ടാണ് ഞാനിത് ചെയ്തത്. എനിക്ക് തോന്നുന്നു അന്ന് ജനുവരി 1 തൊട്ട് കാർഡാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 1000 രൂപ എക്സ്ട്രാ പേയ്മെന്റ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞ് ആളുകളെ മുഴുവൻ ഭയപ്പെടുത്തിയിട്ടാണ് ഈ സാധനം നിങ്ങൾ ചെയ്യിച്ചത്. ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച തുക പോലും അവർക്ക് കൊടുക്കാതെ, പ്രിന്റിങ് നടത്താതെ, RC കിട്ടാതെ, ലൈസൻസ് കിട്ടാതെ ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലുള്ള ഒരുവിധം പഴയ ലൈസൻസ് ഉണ്ടായിരുന്ന എല്ലാ ആളുകളും പുതുക്കാനായിട്ട് കൊടുക്കുന്നത്. അതിൽ വളരെ ചുരുക്കം ചില ആളുകൾക്ക് മാത്രമാണ് എൻ്റെ ഒരു അറിവിൽ കാർഡ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു ഗതാഗത മന്ത്രി എന്ന നിലയ്ക്ക് എല്ലാവരുടെ കാര്യത്തിലും ഇതിനൊരു ശരിയായ രീതിയിലൊരു തീരുമാനം എടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലാതെ ഈ ക്യാഷ് ഉള്ള ആൾ ഒരു ഡിഫൻഡർ എടുത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അതിന് വളരെ നല്ല കാര്യം തന്നെയാണ്. അതായത് 8 മാസത്തോളം പുറകെ നടന്നിട്ട് നടക്കാത്ത കാര്യം 8 മണിക്കൂർ തികച്ച് വേണ്ടായിരുന്നു താങ്കൾ ഇടപെട്ടപ്പോൾ ഈ കാര്യം നടന്ന് പോകാനായിട്ട്. അപ്പോൾ എന്തിൻ്റെ കാരണം കൊണ്ടാണ് സത്യത്തിൽ മറ്റുള്ളവർക്ക് ഇത് കിട്ടാത്തത്? ഇത് പൈസ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ MVDയുടെ കളിയായിരുന്നു. ഇതെല്ലാം ഒന്ന് അറിയണമെന്നുണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക്. കാര്യങ്ങൾ നടന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷേ സാധാരണക്കാരായ ജനങ്ങൾക്കും ഈ കാര്യങ്ങളെല്ലാം നടക്കണമല്ലോ. ഈ കോടികൾ ഉണ്ടാക്കുന്നയാളും ഈ സാധാരണക്കാരനായിട്ട് ഡെയിലി 1000 രൂപയ്ക്ക് പണിയുന്നയാൾക്കും ഒരേ പ്രിവിലേജ് തന്നെ മതി നമ്മുടെ നാട്ടിൽ. അപ്പോൾ അദ്ദേഹം ഡെയിലി കിട്ടുന്ന 1000-ൽ നിന്നിട്ടായിരിക്കും 200 അല്ലെങ്കിൽ 250 രൂപ കൊടുത്ത് നിങ്ങൾ ഈ ഗവൺമെന്റ് പറയുന്ന പുതിയ നിയമങ്ങളെ അനുസരിക്കാനായിട്ട് ഈ പേയ്മെന്റ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ അവകാശമാണ് അദ്ദേഹം കൊടുത്ത പൈസയ്ക്കുള്ള മൂല്യം പൊതുവിളിക്ക് കിട്ടണം എന്നുള്ളത്. ഞാൻ അടക്കമുള്ള ആളുകളുടെ കാര്യമാണ് പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലും കൂടെ എന്താണ് തീരുമാനമെന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വളരെ നല്ലതായിരുന്നു. അഥവാ ഇത് നമ്മുടെ MVD കാശ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള പണിയാണ് ഈ കാണിച്ചിരുന്നുണ്ട്. അതായത് ജില്ലയിലെ വേറെ ഒരു ജില്ലയിലും അങ്ങനൊരു പ്രശ്നമില്ല. ഈ ഇദ്ദേഹത്തിന് മാത്രമായിരുന്നു അങ്ങനൊരു പ്രശ്നം ഉണ്ടെന്നാണ് നമ്മുടെ മന്ത്രി പറയുന്നത്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ പണി കളഞ്ഞ് വീട്ടിൽ കൊണ്ടിരുത്തുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കിട്ടുന്ന ശമ്പളം പോരാ, അതിൻ്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ പുള്ളി ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനേക്കാളും ഭേദം വല്ല പിച്ച എടുക്കാൻ പോയിക്കൂടെ അവനൊക്കെ.